നമസ്കാരം കൂട്ടുകാരെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ജീവശാസ്ത്രത്തിലെ കുറെ ടോപ്പിക് എടുത്തു കഴിഞ്ഞായിരുന്നു. ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത് ജീവശാസ്ത്രത്തിൽ തന്നെ രക്തം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം. രക്തം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ജീവന്റെ നദി എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് എന്ത് രക്തം എന്ന് പറയുന്നത്. കുറെ സംയോജന കലകളുടെ രൂപമാണ്, ഒരു ദ്രാവക രൂപത്തിലുള്ള സംയോജക കലകളാണ് രക്തം എന്നറിയപ്പെടുന്നത്. രക്തം എന്നറിയപ്പെടുന്ന അതിനെപ്പറ്റി നമ്മുടെ പൊതുവെയുള്ള പഠനം അറിയപ്പെടുന്നത് ഹെമറ്റോളജി എന്നാണ്. അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സിനെ പറയുന്നത്, അതായത് ബ്ലഡ് കോശങ്ങൾ രൂപം കൊള്ളുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ഹീമോപോയിസസ് എന്നാണ്. അപ്പോൾ ബ്ലഡിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെമറ്റോളജി. ബ്ലഡിന്റെ ആ ഒരു രക്തകോശങ്ങൾ രൂപം കൊള്ളുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ഹെമറ്റോപോയിസസ് എന്നാണ്. ഈ ബ്ലഡിന് പ്രധാനമായിട്ട് 3 സംഭവങ്ങളാണ് ഉള്ളത് എന്ന് വെച്ചാൽ അരുണ രക്താണുക്കളുണ്ട്, ശ്വേത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്. ഈ അരുണ രക്താണുക്കളെ ചുവന്ന രക്താണുക്കൾ എന്നും RBC എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത് ശ്വേത രക്താണുക്കളെ വെളുത്ത രക്താണുക്കൾ എന്നും WBC എന്ന് അറിയപ്പെടുന്നു. അതേപോലെയാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് അരുണ രക്താണുക്കൾ എന്താണ് RBC എന്ന് നോക്കാം. ഈ RBC എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങളാണ് എന്ത് പറയുന്നത്? RBC എന്ന് പറയുന്നത്. ഈ RBCയിൽ നമുക്ക് 120 ഡേയ്സ് ആണ് അതിന്റെ ആയുസ് എന്ന് പറയുന്നത്. RBCയുടെ ആയുസിന്റെ ദൈർഘ്യം എത്രയാണ്? 120 ഡേയ്സ് ആണ് RBC. ഈ RBCയുടെ ധർമ്മം പ്രധാനമായിട്ട് നമ്മുടെ ഓക്സിജനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതായത് ടിഷ്യൂക്കളിലേക്ക് വഹിച്ചു കൊണ്ടുപോവുക, അതേപോലെ പോഷകാഹാരങ്ങൾ, പ്രോട്ടീൻസ്, ഇതെല്ലാം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? രക്തത്തിൽ RBC ചെയ്യുന്നത്. ഈ RBCയുടെ ഏറ്റവും പ്രധാനമായിട്ട് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, അപ്പോൾ രക്തത്തിന് ചുമപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് പറയുന്നത് ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീം പ്ലസ് ഗ്ലോബിൻ ആണ്. അതായത് ഹീം എന്ന് വെച്ചാൽ ഒരു നോൺ പ്രോട്ടീൻ കണ്ടന്റും ഗ്ലോബിൻ എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ കണ്ടന്റും ആണ്. അപ്പോൾ ഹീം എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ ആണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മളെ ഹീമോഗ്ലോബിനിൽ ചുവന്ന ആ ഒരു കളർ കൊടുക്കുന്നത് ഹീം എന്ന് പറയുന്ന വർണ്ണകമാണ്. അതിലെ ഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോട്ടീൻ കണ്ടന്റ് ആണ് ഗ്ലോബിലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ RBC നമുക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കുറേയേറെ രോഗങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് RBC കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ അളവെന്ന് പറയുന്നത് 5 മുതൽ 6 ലിറ്റർ വരെ നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്സ്, നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ രക്തത്തിന്റെ അളവെന്ന് പറയുന്നത് 5 മുതൽ 6 ലിറ്റർ വരെയാണ്. ഈ ചുവന്ന രക്താണുക്കൾ, അതായത് WBC, നമ്മുടെ നിർമ്മാണത്തിന് ആവശ്യമായ കുറച്ച് വിറ്റാമിൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വിറ്റാമിൻസിൽ 3 എണ്ണമാണ് മെയിൻ ആയിട്ട് നമുക്ക് ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കാൻ വരുന്ന വിറ്റാമിൻസ്. അതിൽ ഒന്നാന്ന് വെച്ചാൽ B6, രണ്ടാമത്തെ B9, മൂന്നാമത്തത് B12 എന്ന് പറഞ്ഞ 3 വിറ്റാമിൻസ് ആണ് നമുക്ക് RBCയിൽ നമുക്ക് ഹീമോഗ്ലോബിൻ അതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത് ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ്, അതായത് ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് ബോൺ മാരോയിൽ നിന്നാണ്. അത് നശിക്കപ്പെടുന്നത് പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ എന്ന് പറയുന്ന സംഭവത്തിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? അത് നശിക്കപ്പെടുന്നത്. അപ്പോൾ ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് എഴുതുക? ബോൺ മാരോ അല്ലെ, അസ്ഥിമജ്ജയിലാണ് നമ്മുടെ ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത്. അത് അവസാനമായിട്ട് സ്പ്ലീനിൽ വരികയും അതെന്താണ് ബിലൂറിബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നത് പ്ലീഹയിൽ വെച്ചാണ് അല്ലെങ്കിൽ സ്പ്ലീനിൽ വെച്ചാണ്. ഓക്കെ, ഇത്രയാണ് രക്തത്തിലെ മെയിൻ ആയിട്ടുള്ള പോർഷനിലെ അരുണ രക്താണുക്കൾ, അതായത് RBC എന്ന് പറയുന്ന പോർഷനിലുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് WBC എങ്ങനെയാണ് നമ്മുടെ രക്തത്തിലോട്ട് എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.